ശരീരത്തിലെ 72,000-ൽ പരം ജീവബിന്ദുക്കളിൽ പ്രപഞ്ചോർജം പ്രസരിപ്പിക്കുകയാണ് ഈ റേക്കി ചികിത്സയിലൂടെ. സംഖ്യാശാസ്ത്രവും രത്നശാസ്ത്രവും ഒക്കെ അഭ്യസിച്ച അജിതൻ നമ്പൂതിരി ഈ ശാസ്ത്രശാഖകളുടെ സത്ത പുറം ലോകത്തിന് പകരുകയാണ്. ഒരു മനുഷ്യന്റെ ജന്മാവസ്ഥയിലെ ഗൃഹസ്ഥാനങ്ങൾക്കനുസരണം ജീവിത നീക്കങ്ങൾ അറിയുന്ന ശാസ്ത്രത്തെ ഇവിടെ സമന്വയിപ്പിക്കാനും മടിക്കുന്നില്ല. അതുപോലെ ആധുനിക കാലത്ത് ഭാഗവതത്തിനുള്ള പ്രസക്തി എന്താണ്? പലതരത്തിലുള്ള പുരാണങ്ങള്, ഇതിഹാസ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈശ്വര സങ്കല്പം പല വിധത്തിലുണ്ട്. ഹിന്ദുക്കൾക്ക് 336 കോടി ദേവന്മാർ എന്നൊക്കെ വെറുതെ പറയണുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും കൃഷ്ണൻ എന്ന സങ്കല്പം, അതായത് തന്നെ എതിർത്തവർക്ക് പോലും മോക്ഷം കൊടുക്കുന്ന ഒരവസ്ഥാവിശേഷം, തന്നെ നിന്ദിച്ച കംസന് മോക്ഷം കൊടുക്കുന്നു, തന്നെ മോഹിച്ചു വന്ന അഷ്ടവക്ര 8 വളവുകളുള്ള കുബ്ജ എന്ന സ്ത്രീക്ക് കാമദേവനെ പോലെ അനുഗ്രഹിച്ച് അവരെ വിചാരിച്ചതൊക്കെ സാധിച്ചു എന്ന് തോന്നിക്കുന്നു. അത് ഭഗവാന്റെ ആ കാരുണ്യം, അത് ഭാഗവതത്തിലെ സ്വാദു സ്വാദു പദേ പദേ എന്ന് പറയുന്ന അത്ര മികവുറ്റതാണത്. ആ കൃഷ്ണനെ തിരിച്ചറിയുന്നില്ല ആധുനിക തലമുറ. പക്ഷെ ആനന്ദിക്കാൻ, ആനന്ദത്തെ അനുഭവപ്പെടുത്താൻ, അതാണ് ഈശ്വരനിൽ നമ്മൾ സങ്കല്പിക്കുന്നത് എങ്കിൽ ഒരു അൾട്ടിമേറ്റ് ഗോഡ് എന്നുള്ള നിലയിൽ നമുക്ക് ശ്രീകൃഷ്ണനെ സ്വാംശീകരിക്കാം. ഭാഗവതം അത്രയധികം ഉദാത്തമായിട്ടുള്ളതാണ്. അതിൽ തന്നെ പറയുന്നു ഭക്തി മാർഗമാണ്. പക്ഷെ അതിലൂടെ ജ്ഞാനം ഉദിക്കണം. അതോ വിജ്ഞാനം, നോളജ് അതുമായിട്ട് മിങ്കിളി ചെയ്യണം. ചതുശ്ലോകി ഭാഗവതത്തിൽ തന്നെ ഭഗവാൻ പറയുന്നു, ഭാഗവതത്തിന്റെ സത്തയാണ് ചതുശ്ലോകി. അതിൽ പറയുന്നു, ജ്ഞാനം പരമഗുഹ്യം മേ യത് വിജ്ഞാന സമന്വിതം. ജ്ഞാനം, ആ ആത്യന്തികമായ തിരിച്ചറിവ്, അത് വിജ്ഞാന സമന്വിതമായിരിക്കണം. മനുഷ്യൻ ആനന്ദം അനുഭവിക്കുന്ന ഒരു കാലം വരും. കരഞ്ഞുകൊണ്ട് പിറക്കുകയും കരഞ്ഞുകൊണ്ട് മരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് ചിരിക്കുന്ന പൈതലുകളെ നമുക്ക് കാണാവുന്ന ഒരു ശോഭനമായ അവസ്ഥ, അത് ഭാഗവതം കൊണ്ട് തന്നെ സാധ്യമാണ്, കൃഷ്ണദർശനങ്ങളാൽ സാധ്യമാണ്. ഭാഗവതത്തിലെ ഭക്തിയെക്കുറിച്ചും വിജ്ഞാനത്തെക്കുറിച്ചും അങ്ങ് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഈ വിജ്ഞാനം വർദ്ധിപ്പിക്കുവാൻ എന്താണ് ചെയ്യുന്നത്? ആധുനിക ശാസ്ത്രജ്ഞരുടെ ഭാഗത്തു നിന്നും ഭൗതിക ശാസ്ത്രജ്ഞരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ആധ്യാത്മികതയെ കൈകാര്യം ചെയ്യുന്ന അവരുടെ ഭാഗത്തു നിന്നും, അതായത് ഉപാധികളില്ലാത്ത മനസ്സോടെയുള്ള ഒരു സമീപനം, കണ്ടീഷൻസ്. അത് എന്റെ ആശ്രമം നന്നാവണമെന്ന് ഓരോ സന്യാസിയും വിചാരിക്കുക. അത് ആധ്യാത്മിക സ്വഭാവമുള്ള ചിന്തയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം നന്നാവണമെന്നൊരു ഭൗതിക ശാസ്ത്രജ്ഞൻ, എന്റെ മെഡിക്കൽ കോളേജ് മാത്രം നന്നാവണമെന്ന് വിചാരിക്കുക. അതല്ലാതെ കണ്ട് ഞാൻ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രം ഈശ്വരന്റെ നിയോഗം കൊണ്ട് കൈകാര്യം ചെയ്യാൻ എനിക്ക് കിട്ടുന്ന അവസരത്തെ അതിന്റെ പരിപാവനതയിൽ ഞാൻ വിനിയോഗിക്കും എന്ന ഒരു മനസ്സുള്ള ഒരു സംഘത്തിന് ഈ ഒരു അവയർനെസ് കൊടുക്കാൻ കഴിയും. കാരണം ഊർജ്ജമാണ് ദ്രവ്യത്തെക്കാൾ കൂടുതൽ ഫലപ്രദമെന്ന് ഇനി വരുന്ന നാനോ ടെക്നോളജി ഒക്കെ ബോധിപ്പിക്കാൻ പോവുകയാണ് സമൂഹത്തെ. ഇതൊക്കെ ഈ പരമാണു സിദ്ധാന്തമൊക്കെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും വേദങ്ങളിലേക്ക് ഉണരണം, അല്ലെങ്കിൽ പുരാണങ്ങളിലേക്ക് ഉണരണം എന്നൊരു ചോദന, ഒരാവശ്യമായിട്ട് ശാസ്ത്രകാരന്മാരിൽ അതിൽ ഭൗതികവാദ ആത്മീയവാദ വ്യത്യാസം കൂടാതെ വരികയും ആ തിരിച്ചറിവിന്റെ മുഹൂർത്തത്തിൽ മനുഷ്യരാശി തന്നെ ധന്യത അനുഭവിക്കുകയും ചെയ്യും. ഏതൊക്കെ തിരക്കിലും സ്നേഹസമ്പന്നനായ ഗൃഹനാഥൻ കൂടിയായി മാറുകയാണ് അജിതൻ നമ്പൂതിരി. ശ്രീ ശങ്കരാചാര്യ കോളേജിൽ സംസ്കൃത ബിരുദത്തിന് പഠിക്കുന്ന ഏക മകൻ മിഥുനെ തന്റെ അറിവുകളിലൂടെ കൂടുതൽ പ്രാപ്തനാക്കുവാനും അദ്ദേഹം സമയം കണ്ടെത്തുന്നു. വ്യാസേന ഗ്രഥിതം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാം അമൃതവർഷിണി ഭഗവതി അഷ്ടാദശാധ്യായിനി. പ്രപഞ്ച സത്യങ്ങളും നിലനിൽപ്പും ആധുനിക ശാസ്ത്രവുമൊക്കെ പ്രതിപാദിക്കുന്ന ഭഗവത്ഗീതയെ കുറിച്ച് വിശദമാക്കി കൊടുക്കുകയാണ് ഈ ഭാഗവത പണ്ഡിതൻ. അതായത് മധ്യമ പാണ്ഡവനായ അർജുനനെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണ സച്ചിദാനന്ദമായിട്ടുള്ള ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ളതും ബ്രഹ്മതത്വം അടങ്ങുന്നതുമായ ശാസ്ത്രമാണ് ഗീതാശാസ്ത്രം. അതാണ് ഭഗവത്ഗീത. മറ്റൊന്നും പോലെയല്ല. ഭഗവത്ഗീതയിൽ
ആധുനിക ശാസ്ത്രം, ആധുനികോത്തര ശാസ്ത്രം ഇതുപോലും ഭഗവത്ഗീതയെ അംഗീകരിക്കണോ, അല്ലെ ഭഗവത്ഗീതയിലേക്ക് വന്നു ചേരണമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇനിയുള്ള ലക്ഷ്യങ്ങളും പുരാണ അടിസ്ഥാനമാക്കിയുള്ളത് തന്നെയാണ്. അങ്ങൊരു സാധാരണ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. എന്നാൽ ബാല്യകാല പഠനത്തിൽ നിന്നും വ്യത്യസ്തമായി ആധുനിക ശാസ്ത്രവുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ളൊരു ചികിത്സാ രീതിയാണ് അങ്ങ് ഇപ്പോൾ ചെയ്യുന്നത്. എന്താണ് അങ്ങ് ഇതിലേക്ക് വരാനുള്ളൊരു ടേണിംഗ് പോയിന്റ് എന്നായിരുന്നു? അതൊരു നിയോഗമായിരുന്നു എന്നേ പറയാൻ കഴിയൂ. ശാസ്ത്രത്തിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടുണ്ട്, പരദേശത്ത് പോയി ജോലിക്ക് മരുന്ന് കമ്പനികളിൽ തന്നെ ജോലി ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അല്ലെങ്കിൽ അന്നൊന്നും ഒരു ഡെവലപ്മെന്റിന്റെ ഒരു ട്രാക്കിലേക്ക് എത്തിപ്പെട്ടിരുന്നില്ല. ഐ വാസ് ഏർജിങ് ഫോർ സംതിങ് എൽസ്. അതിൽ നിന്നും ഒരു ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴുള്ള മനസ്സമാധാനം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് ഫലമുണ്ടാവുകയും ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നവരുടെ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് വന്നുകൂടിയിട്ടുള്ളത്. അതുപോലെ സംഖ്യാശാസ്ത്രം, രത്നചികിത്സ, റൈക്കി ചികിത്സ, ഇവയിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് അങ്ങ് നൽകി. ഇനിയുള്ള അങ്ങയുടെ ലക്ഷ്യം? പ്രധാനമായിട്ടൊരു ലക്ഷ്യമുള്ളത് എന്ന് പറയുന്നത് നേരത്തെ തന്നെ കൃഷ്ണദർശനങ്ങളുടെ പ്രസക്തി. ഇന്നലെ വരെ പറഞ്ഞിരുന്നതല്ലാതെ കൃഷ്ണദർശനങ്ങളിലുള്ള വ്യത്യസ്തതകൾ അത് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നവരെ ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ ജന്മം സഫലമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മൾ കാണാതെ പോയ ഒത്തിരി ദർശനങ്ങൾ ശ്രീകൃഷ്ണ ഗ്രന്ഥങ്ങളിലുണ്ട്. ഗാഠമായ ദർശനങ്ങളാണ് ഭഗവാൻ തന്നിട്ടുള്ളത്. ഇതിന്റെ കഥയുടെ സ്വാദും അതിന്റെ അപ്പുറത്തെ അല്പം കൂടിയുള്ള ചിന്തയും ചെയ്ത് അവിടെ നമ്മൾ നിർത്തുകയാണ്. അത് പോരാ, കൃഷ്ണനെ ഇൻ ടോട്ടാലിറ്റിയിൽ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ, അതിന് വീണ്ടും പരിശോധിക്കുകയാണ്. വിദ്യാർത്ഥി എന്നുള്ള അവസ്ഥ ആ വിഷയം നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇത്തരത്തിൽ ശ്രീകൃഷ്ണനെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ള ശ്രീബുദ്ധന് ശേഷം ഭാരതം കണ്ടിട്ടുള്ള ആചാര്യന്മാരിൽ ഒരാളായിരുന്നു ഓഷോ എന്ന് ഞാൻ ഓഷോയുടെ ഗ്രന്ഥങ്ങളിലൂടെ വിശ്വസിക്കുന്നു.